കൺസൈൻമെന്റിന്റെ കാര്യത്തില് ഒരു പേടിയും വേണ്ട, അത് നമ്മൾ ഈസി എടുത്ത് തരും. അപ്പൊ ഫസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസ്യൂമെന്റ് ഈ സാധനം ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ അവരെടുക്കും. ഈസയത്തോടന്ന് എനിക്കൊന്ന് കാണണമല്ലോ, ഈസയത്തോടന്ന് എനിക്കൊന്ന് കാണണമല്ലോ. നമ്മളെ കൺസൈൻമെന്റ് എടുത്ത് തരും, ഇസയും പ്രൊട്ടക്ട് ചെയ്യും. ഇസ വാ, എന്റെ കൂടെ വാ. ആരെ തുടർന്ന് കാണണമല്ലോ. വാ, വണ്ടിക്കകത്ത് കയറ്, വണ്ടി കയറാ, വണ്ടി കയറാ. അങ്ങനല്ല കുട്ടി, കുട്ടി ആരും നിങ്ങളെ ആരും തൊടത്തില്ല, ആരും ഒന്നും ചെയ്യൂല. കൺസൈൻമെന്റ് പുല്ല് പോലെ എടുത്തു തരും നമ്മള്, പുല്ല് പോലെ. ഞങ്ങളുടെ ജീവൻ എന്താടാ ചെറിയൊരു പരിപാടി വന്നിട്ടുണ്ട്. നമുക്കൊരു കൺസൈൻമെന്റ്, അത് സിറ്റിയുടെ നോർമലി കൺസൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മറ്റേ ഇവിടെ നിന്നുള്ള അല്ലാതെ വരുന്നില്ലേ, മറ്റേ ഇവിടത്തെ ഡയറക്റ്റ് വരുന്നില്ലേ, ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന കൺസൈൻമെന്റുകളല്ലേ കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യൻ വന്നിട്ട്, ഒരു പയ്യനല്ല, അവരൊരു ടീമാണ്. അതിനകത്ത് ഒരു പയ്യൻ വന്നിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് അതിന്റെ ബോസും പിന്നെ അവന്റെ ചേച്ചി, അവരാണ് അതിന്റെ മെയിൻ ആൾക്കാര്. അപ്പം അവര് അവിടെ 100 CR ബ്ലാക്ക് ഇല്ലേ, കേൾക്കുന്നില്ലേ, 100 CR ബ്ലാക്ക് വർത്തായിട്ടുള്ള സാധനമാണ് അവരുടെ കൺസൈൻമെന്റ് ഉള്ളത്. അത് ബ്ലാക്ക്. അപ്പൊ അത് നമുക്ക് അപ്പൊ ഇവർക്ക് ഇവിടുന്ന് ഇനി അത് ഇറങ്ങും. ഇവിടുന്ന് ഇവരിപ്പോ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ഇവിടുന്ന് പീടി കാണാതെ ഇവര് പറയുന്നിടത്ത് എത്തിച്ചു കൊടുക്കണം. ഓ, ചെയ്തു കൊടുക്കാം. അതിന്റെ ഡീല് സംസാരിക്കാൻ വേണ്ടി അവര് ബോസ്, അവര് പറഞ്ഞത് 100 ആണ് പറഞ്ഞത്. നമുക്ക് എന്താ ഗുണം ഇത് എത്തിച്ചു കൊടുത്താൽ? നമുക്ക് എന്ത് കിട്ടും? ബ്ലാക്ക് മണി 25 CR ബ്ലാക്ക് നമുക്ക് 25 കോടിയോ? 100 CR ബ്ലാക്കിന്റെ വർത്ത് അതിനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം 25% നമുക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട് 25 കോടിയാ. പിന്നെ വേറൊരു കാര്യം കൂടി പറയണ്ടായിരുന്നു. നമുക്ക് ഗണ്ണിന്റെ ആവശ്യം എടുക്കാൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അന്തേരിയിലെ പിള്ളേര് എല്ലാം കൂടി മെത്തെല്ലാം കൂടി ഒരു എത്രയാണ് 70,000 മെത്ത് 70,000 മെത്ത്. അത് വിറ്റപ്പോ 38 കോടി ബ്ലാക്ക് ആയിരുന്നു നമുക്ക് കിട്ടിയത്. 38 കോടി ബ്ലാക്കോ? ഓ, അത് അന്തേരിയില ഉള്ളവര് എല്ലാരും കൂടി ചെയ്തിട്ട് തന്നത്. അതിലാണ് നമ്മള് ഗണ്ണെടുത്തത്, ഗൺ സ്റ്റോക്ക് ഒക്കെ എടുത്തത്. 15 ഗ്രോസയും 15 കാർബൈനും 5 സസ്താവ് എടുത്തിട്ട് തന്നവർ പൈസ മേടിച്ചിട്ട് കുറച്ചു പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡീലൊന്ന് സംസാരിക്കാം. വാ, സ്റ്റാഫ് സിറ്റി പോയി സംസാരിച്ചിട്ട് എന്നെ കെട്ടിയിട്ട് മറ്റേ കായോല് അവിടെ ഞാൻ വന്നപ്പോ നമ്മളിതാ ഇവിടെയാണ് നിക്കണേ. അകത്തോട്ട് കേറിയാ മതി, അവരകത്താ ഉള്ളത്. നേരെ പോണ നിങ്ങളെവിടെ നിക്കുന്നേ? അതെന്താണ് നമ്മളിതാ ഇവിടെ നിക്കുന്നേ. മെയിൻ പീപ്പിൾസ് ഒക്കെ ലാസ്റ്റ് കയറാണ്, അത്രേ ഉള്ളതാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഇതിൽ കൂടെ നീന്തി നക്കി ഞങ്ങളുടെ ബാക്കിൽ വാ. അവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇരുന്നോ നീ. അവരെ വർത്താനം അവന്റെ വന്നാ വണ്ടിക്കകത്ത് മര്യാദക്ക് ഇരിക്കുവല്ല. വണ്ടി കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവനൊക്കെ പിന്നെ നമ്മളെ അച്ഛനാവുന്ന ഒരു രീതിയിലാണ്. പിന്നെ ഇതാ ഇത് ബാബുവിന്റെ എന്തൊരു ഉടായ്പാണ് ചാൻസ് കൂടുതലല്ല. ബാബു ഒന്നുമല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ അടിച്ചു പോയിട്ടുമല്ലോ. അപ്പൊ പേടിയൊന്നുമില്ല എന്നെ. ഓ, അവന്റെ അവിടത്തെ വരന് ഇവിടെ നടക്കൂലല്ലോ. സിയോണി പോയിട്ട് വന്നതിന് ശേഷമേ ചന്ദ്രൻ ഇപ്പൊ ഷവർ പോലെയാണ് തൂറണെന്നാണ് ആൾക്കാർ ഇവിടെ ചാറ്റി പറയണത്. കയ്യൊന്നും കിട്ടിയെന്നോ വില കളയാ. കയ്യൊന്നും കിട്ടി വില കളയാ. ഗണ്ണ് കിട്ടി ബാബു ഒരു മിനിറ്റ്. ഹായ്, ഹലോ 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 ഹലോ.
ഹലോ 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 എൻ്റെ പേര് പരന്തു വാസു. ഞാൻ ടി വിയുടെ ലീഡറാണ് ആക്ച്വലി. ആൻഡ് ഇത് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടാവല്ലോ. സരക്കഡാനി നമ്മുടെ കോ ലീഡറാണ്. ആൻഡ് ഇത് രണ്ടുപേരും നമ്മൾ 3 പേരും നമ്മുടെ കോ ലീഡേഴ്സ് ആണ്. ഇത് രായൻ ആൻഡ് ഇത് ചന്ദ്രബോസ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ എന്താണ് ഒന്നുകൂടെ ഒന്ന് പറയോ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ കാര്യം ഒന്ന്? ഓക്കെ, നമ്മൾ ഓൾറെഡി ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യം. എന്നാലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. സോ നമ്മുടെ കുറച്ച് കൺസൈൻമെന്റ് സിറ്റിയിൽ സ്റ്റക്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ അത് ഇങ്ങോട്ട് സാൻഡിലോട്ട് സിറ്റി സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കണം. ഓക്കെ. എത്ര ഭാഗത്തുള്ള കൺസൈൻമെന്റ് ആണെന്ന്? 100 CR. 100 CR. ഓക്കെ. ബ്ലാക്ക് ബ്ലാക്ക്. ഓക്കെ 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 ഓക്കെ. സോ കൺസൈൻമെന്റ് ഇപ്പോൾ എവിടെയാണ് കറന്റ് ഉള്ളത്? സ്പ്രെഡ് ലൈക്ക് ഒരു സ്പെസിഫിക് സ്ഥലത്ത് മാത്രമല്ല, ലൈക്ക് സിറ്റിയുടെ പല ഭാഗത്തായിട്ട് ആണ് കിടക്കുന്നത്. സോ അത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ഓക്കെ ഓക്കെ. ഞങ്ങളുടെ ഡ്യൂട്ടി എന്താണ് ഇതില്? നിങ്ങൾ ആ കൺസൈൻമെന്റ് ഇങ്ങ് എത്തിക്കുക എന്നുള്ള രീതിയാണ് മാത്രം. കൺസൈൻമെന്റ് ഇവിടെ എത്തിക്കുക. ഓക്കെ. സോ അപ്പോൾ 100 CRന്റെ വേർത്തായിട്ടുള്ള കൺസൈൻമെന്റ് നിങ്ങൾക്ക് എത്തിച്ചു തരുമ്പോൾ നമുക്ക് എന്താണ് അതില്? 20% ആണ് ഓൾറെഡി സംസാരിച്ചത്. അല്ല, ഞങ്ങള് 25% ഒന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങള് ചെയ്യുന്ന 25% എന്താണ് പേരെന്താന്ന് പറയാ? എന്റെ പേര് സെർജിയോ. ഇവിടെ സിറ്റിയിൽ. ഓക്കെ. സജിയോ, ആക്ച്വലി നിങ്ങൾ തന്നെ അറിയാലോ ഇത്രയും റിസ്ക് ഉള്ള. കാരണം ഇവിടുത്തെ PD എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാലോ ഇവിടുത്തെ റിസ്ക് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത്രയും വലിയ PDയുടെ ഒക്കെ ഇടയ്ക്ക് ഒന്ന് PDയുടെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കൺസൈൻമെന്റ് ആയിട്ട് വരുന്ന സമയത്ത് അവർ 50 പേരുണ്ട്. 50 പേരെ അടിക്കേണ്ടി വരും. 50 പേരെ അടിക്കാൻ ഞങ്ങൾക്ക് പിള്ളേരുണ്ട്, അത് വേറെ കാര്യം. 50 പേരെ നമ്മൾ അടിക്കാം. പക്ഷെ അടിക്കുന്നതിൻ്റെ അല്ല, ഈ പറഞ്ഞതുപോലെ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ഇത് കൊണ്ടുതരുമ്പോൾ ഈ 20% എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. സോ ലിറ്റിൽ ബിറ്റ് നമുക്കും കൂടി റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം പുല്ല് പോലെ എടുത്ത് ഇവിടെ കൊണ്ടുതരും. അതിലൊരു സംശയമില്ല. ഓക്കെ. ലൈക്ക് ഞാൻ ബോസിനായിട്ട് സംസാരിച്ചായിരുന്നു. ഓക്കെ ഓക്കെ. 10% ആണ് ഫസ്റ്റ് പറഞ്ഞത്. ലൈക്ക് അന്ന് ഇവര് സർക്കിൾ ബ്രൗണൊക്കെ സംസാരിക്കുന്ന ടൈമില് ലൈക്ക് ഞാൻ അപ്പോഴൊക്കെ അവരോട് റേഡിയോ കയറിയിട്ടൊന്ന് കൺഫേം ചെയ്തായിരുന്നു എത്രയാണുള്ളത്. അപ്പൊ 20 CR പിന്നെ അതിനാവശ്യമുള്ള ട്രക്സ്, പിന്നെ ഗണ്ണും അതിനുള്ള അതിനുള്ള വെപ്പൺസ് ഡ്രഗ്സ് ഓഫർ ചെയ്യണം. ഞാനൊരു കാര്യം പറയാം. നമുക്കിപ്പോ അടുത്ത 2 വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള അല്ല ഡ്രഗ്സ് അല്ല പറഞ്ഞ ട്രക്ക്. ഓക്കെ ഓക്കെ. ട്രക്കിന്റെ കാര്യം അല്ല ഇത്. ഇത്രയും വലിയൊരു ഡീല് നിങ്ങൾക്കിപ്പോ 100 CRന്റെ ഡീൽ എന്ന് പറയുമ്പോൾ ലൈക്ക് നമുക്ക് കുറച്ചും കൂടി റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് പറയണം. കാരണം ഈ 20 CR ഭയങ്കര കുറവാണ്. നമുക്ക് ഈ റിസ്ക് വെച്ച് കുറവാണ്. ഞാൻ പറയണ ചെറിയ എമൗണ്ട് എന്നല്ല. നിങ്ങൾക്കൊരു 100 CRന്റെ വേർത്തുള്ളവരാണ്. നിങ്ങൾക്ക് 0 റിസ്ക് ആണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ. ചേച്ചി ഞാൻ പറയാം. ഓക്കെ. 100 CR എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇതിൽ നിങ്ങൾക്ക് തരാനുള്ള 20 CR എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു കൺസൈൻമെന്റ് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് പറഞ്ഞത് ഞങ്ങളുടെ ജീവനാണ്. അതിന്റെ ബാക്കിൽ ഒരുപാട് സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലൈക്ക് നമുക്കിപ്പോ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റൂല. സോ അതിന്റെ കേസ് സോ ഈ 20 CR എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കേണ്ടി വരും. കാരണം ഇവിടുത്തെ ഗ്രൈൻഡൊക്കെ ഇച്ചിരുത്. സോ ഞങ്ങൾക്ക് ഈ കൺസൈൻമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവന്റെ ലൈക്ക് മനസ്സിലായല്ലോ. ഞങ്ങൾക്ക് അത്ര എമർജൻസി ആയതുകൊണ്ടാണ് ഈ ഒരു. ഞാൻ ഈ കൺസൈൻമെന്റിന് വേണ്ടിട്ട് റിസ്ക് ചെയ്യണത് എന്റെ കൂട്ടത്തിലെ എന്റെ പിള്ളേരുടെ ജീവനും കൂടെ അല്ലേ. അപ്പൊ സത്യം. അപ്പോ എനിക്ക് അതും വാല്യൂ ചെയ്യണം. അപ്പോ അത് ഓക്കെ. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫൈനൽ ഡീൽ 25 സംസാരിച്ചല്ലേ. അപ്പൊ 25 തന്നെ 20 ആയിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു. അല്ല അതിനാണ് ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചിക്ക് നെക്സ്റ്റ് പ്ലേക്കും ചേച്ചി പോകും. ചേച്ചി സംസാരിക്കും. ചേച്ചിയുടെ പേര്? എന്റെ പേര് ഇസ എന്നാണ്. ഓക്കെ ഇസ പറഞ്ഞോളൂ. നൈസ് ടു മീറ്റ് യു ഇസ. ഓക്കെ. നമ്മൾ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നിങ്ങൾക്കും റിസ്ക് ഉണ്ട്, നമുക്കും റിസ്ക് ഉണ്ട്. അപ്പൊ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവൻ ഇമ്പോർട്ടന്റ് ആണ്. സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതും ഓക്കെ. നമ്മള് വിചാരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൺ കൺസൈൻമെന്റ് വാല്യൂ 100 CR ഉള്ള ഒരു ഓൺ കൺസൈൻമെന്റ് ആണ് ഇതെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ലൈക്ക് ഓക്കെ. എനിവേ ഇറ്റ്സ് ഫൈൻ. ലൈക്ക് 25 നിങ്ങൾക്ക് ഓക്കെ ആണോ? 25
5 എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ പറഞ്ഞ അല്ല ചേച്ചിയല്ലേ സംസാരിക്കുന്നത് എന്നാ പിന്നെ ചേച്ചി സംസാരിക്കട്ടെ കുഴപ്പമില്ല. ഓക്കെ 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 എനിക്ക് ഓക്കെയാണ്. ഓക്കെ ചേച്ചി എനിക്ക് ഓക്കെയാണ് കേട്ടോ ഇത്. ചേച്ചിയുടെ എന്താ പേര്? ഇസ പറഞ്ഞോ. ഇസ പറഞ്ഞു. നമുക്ക് ഞങ്ങളൊരു ഹെൽപ്പ് ആയിട്ട് ആണ് ഞങ്ങൾ ഈ സിറ്റിയിൽ വന്നപ്പോ ഉറപ്പായിട്ടാണെങ്കിൽ ചെയ്ത് കൊടുക്കല്ലേ മല്ലി. ഞങ്ങള് റെഡിയാണ്. നിങ്ങൾ ബാബു ലീഡർ സംസാരിച്ചോളാം ബാബു. ഓക്കെ ഓക്കെ ലീഡർ ഡിസിഷൻ എടുത്തോളാം. മെമ്പേഴ്സ് ഒക്കെ ബാക്കിലോട്ട് അത് അവർ നിൽക്കുന്ന ബാക്കിലോട്ട് വന്നു. ചന്ദ്ര കോ ലീഡറാണ്. ചന്ദ്ര എവിടെ കേട്ടെ. ഓക്കെ മല്ലി. ഓക്കെ 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 പറഞ്ഞു മാഡം പടം പറഞ്ഞോ ഈസ. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഓക്കെ സാർ ഞങ്ങള് വേറൊരു സിറ്റിയിലായിരുന്നു. അവിടുന്ന് നമ്മുടെ കുറെ ആൾക്കാരെ നമുക്ക് അത് ബാബു നിന്റെ തന്നെ പറഞ്ഞു ബാക്കിലോട്ട് സോറി അപ്പൊ നമ്മള് ആ സിറ്റിയിൽ നിന്ന് നമ്മുടെ കുറെ ആൾക്കാരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളപ്പം ഇതെല്ലാം നിർത്തിയ സമയത്ത് ഞങ്ങളുടെ കയ്യിലുള്ള എന്താ ലാസ്റ്റ് കൺസ്യൂമന്റ് സാധനങ്ങളുമായിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് കസ്റ്റംസിന്റെ പ്രശ്നങ്ങളുണ്ടായി. വെച്ചാൽ കസ്റ്റംസ് ഓഫീസേഴ്സ് നമ്മുടെ ഇതിലോട്ട് വന്ന് ആകെ പ്രശ്നമായിട്ട് ഞങ്ങൾ സാധനങ്ങൾ കടലിൽ അപ്പം തന്നെ താഴ്ത്തി. അവിടുന്ന് ഞങ്ങളത് കയറ്റി വെച്ചിരിക്കുകയാണ്. അത് സിറ്റി സൈഡിലാണ് ഞങ്ങൾക്ക്. അപ്പം ഈ പ്രശ്നങ്ങൾ നടന്നത് സിറ്റി സൈഡിലാണ് കയറ്റാൻ പറ്റിയതും. കൺസൈൻമെന്റിന്റെ കാര്യത്തില് ഒരു പേടിയും വേണ്ട. അത് നമ്മൾ ഈസി എടുത്ത് തരും. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസ്യൂമന്റ് ഈ സാധനം ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ അവരെടുക്കും. ഈസയത്തോടന്ന് എനിക്കൊന്ന് കാണണമല്ലോ. നമ്മളെ കൺസൈൻമെന്റ് എടുത്ത് തരും. ഇസയും പ്രൊട്ടക്ട് ചെയ്യും. ഇസ വാ എന്റെ കൂടെ വാ. ആരെ തുടർന്ന് കാണണമല്ലോ. വാ വണ്ടിക്കകത്ത് കയറ്. വണ്ടി അങ്ങനല്ല കുട്ടി നിങ്ങളെ ആരും തൊടത്തില്ല. ആരും ഒന്നും ചെയ്യൂല. കൺസൈൻമെന്റ് പുല്ല് പോലെ എടുത്തു തരും. നമ്മള് പുല്ല് പോലെ. ഞങ്ങളുടെ ജീവൻ. ഓക്കെ അപ്പൊ നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് ഒരു 20 CR പ്ലസ് ഒരു റിലേഷൻഷിപ്പ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹെൽത്തി റിലേഷൻഷിപ്പ്. ഓക്കെ അങ്ങനെയാണ് 20 കോടി റിലേഷൻഷിപ്പ്. ഓക്കെ അല്ലേ? 20 കോടിക്ക് റിലേഷൻഷിപ്പിനാണെങ്കിൽ ഓക്കെ. ഇസ് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഞങ്ങൾക്ക് ബോസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ബോസിനോട് സംസാരിച്ചിരുന്നു. ബോസിന്റെ കാര്യം വിട്ടേ. ഇസക്ക് ഓക്കെ അല്ലേ? റിലേഷൻ കാര്യത്തിൽ ഇസക്ക് ഓക്കെ അല്ലേ? റിലേഷൻ ബോസ് ആയിട്ടിരിക്കും. റിലേഷന്റെ കാര്യത്തിൽ ഇസ ഓക്കെ അല്ലേ? അല്ലല്ല ബോസ് പിന്നീട് നമുക്ക് തീരുമാനിക്കാതല്ലേ. നമ്മൾ ഇത്ര പറയുള്ളൂ, ഇത്ര ചോദിക്കുന്നുള്ളൂ നമ്മൾ. അതൊക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ സെറ്റ്. ബാക്കി പറഞ്ഞു. അപ്പം കൺസ്യൂമന്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല റിസ്ക് ഉണ്ടായിരിക്കും. അപ്പം അതിന്റെ നമ്മുടെ റിസ്ക് വിട്ടേരെ സാർ. അത് നമ്മൾ ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തു. പരന്തുവാസു എന്ന് പറയണ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇല്ലല്ല ബാക്കിയുള്ളവരെ കൊണ്ട് നല്ല ഉത്തരവാദിത്തം ഏറ്റെടുക്കണമല്ലോ. അപ്പൊ പറഞ്ഞോ ഈ സാർ. അപ്പൊ എന്നത്തേക്കായിരിക്കും ഈ കൺസൈൻമെന്റ് നമ്മൾ എടുത്തു തരേണ്ടത്? അത് ബാക്കി പറയും. ഓക്കെ ഇനി നമ്മള് ഡേറ്റ് അറിയിക്കും. ഓക്കെ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് ഗവൺമെന്റിനെതിരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗൺ ഏതാണുള്ളത്? വെപ്പൺസ് ഏതാ? നിങ്ങൾ ഏത് വെപ്പൺ വേണോന്ന് പറഞ്ഞാൽ അത് നമ്മളിവിടെ എത്തിക്കാം. നമ്മൾ അത് വെച്ച് ഇറങ്ങിക്കോളാം. നിങ്ങൾക്ക് തരാനുള്ള റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ അങ്ങനെയാണ്. ഗ്രോസ് നമുക്ക് എത്ര പേരുണ്ടോ അത്ര പേരും ഗ്രോസ പ്ലസ് ഒരു സസ്താവ. അതെ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് വരുമ്പോഴത്തേ നമുക്ക് സസ്താവ വേണം. ഒരു ക്ലോസ് റേഞ്ച് ആണ് ഗ്രോസ്. അങ്ങനെയാണ് സാധാരണ നമ്മുടെ ഒരു രീതി. അങ്ങനെയാണ്. പക്ഷെ എല്ലാവർക്കും ഗ്രോസ് അല്ല ഇത് വേണ്ട, സസ്താവ വേണ്ട. കുറച്ചവർക്ക് ഇല്ല എല്ലാവർക്കും ഇരിക്കട്ടെ. റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. മേലെ സംസാരം എന്നോട് ഇങ്ങനെ എൻക്വയറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അതിലോട്ട് നമുക്ക് ബ്രോ ഇപ്പൊ ഇതിനകത്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 കൺസൈൻമെന്റ് ഉണ്ട്. അപ്പം നിങ്ങളെ ഡേറ്റ് പറയണം, മനസ്സിലായില്ലേ? അതനുസരിച്ച് നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലം നമ്മളൊക്കെ ബാക്കി കാര്യങ്ങൾ ഡേറ്റും കാര്യങ്ങളൊക്കെ തരാം. ഓക്കെ പിന്നത്തെ കേസ് എന്ന് പറഞ്ഞാല് ഡേറ്റിന്റെ കാര്യം ബ്രോ തരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതല്ലേ ചോദിച്ചത്.
അല്ല ബ്രോ നമുക്ക് കുറച്ച് കൺസൈൻമെന്റ്സ് വേറെ കുറച്ച് കൺസൈൻ നിങ്ങളെ പോലെ തന്നെ സിറ്റിയിൽ സത്യം പറഞ്ഞാൽ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ട് എല്ലാ ആൾക്കാരും നമ്മളെ തന്നെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പം നാളെ നമുക്കൊരു 500 കോടിയുടെ കൺസൈൻമെന്റ് ഉണ്ട്. അപ്പം നാളത്തേക്ക് ഓൾറെഡി ബുക്ക് ഇടാം. പിന്നെ മറ്റന്നാളത്തേക്ക് ഒരു 75 കോടിയുടെ ഒരു പരിപാടി. നമുക്ക് താരാദാസിന്റെ കൺസൈൻമെന്റ്, അതെ താരാദാസിന്റെ ഒരു കൺസൈൻമെന്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് ഡേറ്റ് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് നമ്മുടെ പിള്ളേരായിട്ട് അങ്ങ് വരാം. അണ്ണ ഒരു ഡൗട്ട്, എത്ര ലിമിറ്റ് നമ്മുടെ ആൾക്കാർ ലിമിറ്റ് എത്ര? നമ്മുടെ ആൾക്കാർക്ക് ലിമിറ്റ് എത്രയാണെന്ന് പറയുമോ? ഇല്ല അത് ഞാൻ പറയാം. ഓക്കെ, ലൈക്ക് അത് എങ്ങനെയുണ്ട് വെച്ചാൽ ഞാൻ ചോദിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ രാംബ്രോനെ അറിയിക്കാം. നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആളൊന്ന് 2 വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ 15 പേരാണെങ്കിൽ അപ്പുറത്ത് 30. മനസ്സിലായോ? നമ്മൾ അങ്ങനെയാണ് സാറിന് ഇത്രയും നാള്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ 30 ആക്കാം, കുഴപ്പമില്ല. ഇല്ല ഇവിടെ നമ്മൾ പറയുന്നതാണ് കണക്ക്. ഓക്കെ നമ്മളത് പറയാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഇസമോളുടെ അടുത്ത് എന്താ സ്വന്തം മോളുടെ പേര് പോലെയാണല്ലോ പറയുന്നത്. ഒരു കുട്ടിത്തമുണ്ട് മുഖത്ത്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഇതാ ഒരു സ്യൂട്ട് കേസും കൂടെ തന്നു പറഞ്ഞേ, എതിർക്കാൻ വന്നിരുന്നവരുടെ തല വെട്ടി. ബാബു, നീ ഈ കൺസൈൻമെന്റിൽ പങ്കെടുക്കാത്ത ആളല്ലേ? നീ സംസാരിക്കില്ല. സംസാരിക്കാൻ മറ്റേ ഗണ്ണ് ചുമന്ന് വണ്ടിക്കത്തിടണല്ലോ. പിന്നെ അല്ല അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ഡീൽ ക്ലോസ്ഡ് 20% ആൻഡ് ഗൺസും കാര്യങ്ങളും നിങ്ങളുടെ ഡേറ്റ് നമ്മുടെ അടുത്ത് കൺഫേം ചെയ്താൽ മതി. നമ്മൾ എന്നാന്ന് വെച്ചാൽ വരാം. അപ്പം നമുക്ക് ഒരു ദിവസം മുമ്പെങ്കിലും പറയണം. കാരണം പറയല്ലേ നമുക്ക് ഇത്ര രായനെ അറിയിച്ചാൽ മതി. ആൻഡ് ഓക്കെ, TV ടേക്കിംഗ് ദിസ് കൺസൈൻമെന്റ് ആൻഡ് ഇത് നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് കയ്യിൽ ഡെലിവറി ചെയ്തിരിക്കും. വന്നപ്പോഴും എല്ലാരും പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേരും പറഞ്ഞായിരുന്നു. പിന്നെ ഈ രായൻബ്രോ ആണ് നിങ്ങൾ സെറ്റ് ആക്കി തന്നെ. നിങ്ങളെ കുറിച്ച് കേട്ടതും അതേപോലൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഉണ്ട്. താങ്ക് യു. അപ്പൊ 20 CR പ്ലസ് റിലേഷൻഷിപ്പ്, അത് നിങ്ങൾ മറക്കരുത്. അടുത്ത പ്രോജക്റ്റ് വർക്ക് നിങ്ങള് അതെ ഓൾവേസ് വി ആർ ഗോണ കീപ്പിംഗ് എ ഗുഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് യു ഗൈസ്. ഓക്കെ, അപ്പൊ അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ അറിയിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഓക്കെ സാർ, കാണാം. നമ്മൾ പോയിട്ട് കൺസൈൻമെന്റ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവര് തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് തരുന്നതാണ്. ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അതാ പറയണേ, ഈ കൺസൈൻമെന്റ് ഡയറക്റ്റ് ഇവര് നടത്തുന്നതല്ല. ഇവർ ഇത്ര ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഗ്രൈൻഡ് ചെയ്ത എമൗണ്ട് ആണ് ഇത്. മനസ്സിലായോ? എമൗണ്ട് ആണ്. അവർ അത് അത് നല്ല ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ ചെയ്യുന്നുണ്ട്. ഇല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. റിലേഷൻഷിപ്പിന് വേണ്ടി അത് ചെയ്യുന്നതിൽ തെറ്റില്ല. അതെ സത്യം. അവർ ചുമ്മാ പറഞ്ഞാടാ, മനസ്സിലായോ? ഗ്യാങ്ങിനത്തേക്ക്